അന്തോണി ത്രേസ്യ ദമ്പതികളുടെ 12 മക്കളിൽ രണ്ടാമത്തെ മകളായി റോസി എന്ന സിസ്റ്റർ ഡൊനാത്ത 1930 മാർച്ച് 9 ജനിച്ചു. 10ാം ക്ലാസ് വരെ തൃശൂർ സെയിന്റ് ജോസഫ് ലാറ്റിൻ കോൺവെന്റ് സ്കൂളിലും TTC ചേറൂർ രാമവർമ്മപുരത്തും പഠിച്ച് പാസ്സായി. ഭക്തരായ മാതാപിതാക്കളുടെ ആത്മീയ ജീവിതം സന്യാസ ജീവിതം ആശ്ലേഷിക്കുന്നതിന് വഴിയൊരുക്കി. 1948 സന്യാസ അർത്ഥിനിയായ സിസ്റ്റർ ഡൊനാത്ത 1950 ആദ്യ വ്രതവും 1954 നിത്യവ്രതവും സ്വീകരിച്ചു. 13 വർഷം പുതുക്കാട് സ്കൂളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. തൃശൂർ സേക്രഡ് ഹാർട്ട്, കണ്ടശാങ്കടവ്, കോട്ടപ്പടി, സെന്റ് റാഫേൽസ് എന്നീ വിദ്യാലയങ്ങളിൽ പ്രധാന അധ്യാപികയായും മൗണ്ട് കാർമൽ ജനറലേറ്റ്, ബാംഗ്ലൂർ ജ്ഞാനോദയ എന്നിവിടങ്ങളിൽ കമ്മ്യൂണിറ്റി സിസ്റ്ററായും പർപ്പൂർ, ഡോംബിവില്ലി എന്നീ മഠങ്ങളിൽ സുപ്പീരിയറായും സേവനമനുഷ്ഠിച്ച ഡൊനാത്തമ്മ പൂനെയിലും 11 വർഷം തന്റെ സേവനം തുടർന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും സജീവ സാന്നിധ്യം നൽകിയ ഡൊനാത്തമ്മ 2012 മുതൽ ഈ ഭവനാംഗമായി വരികയും ഇവിടെയുള്ളവർക്ക് ആധ്യാത്മിക സേവനങ്ങൾ നൽകുകയും ചെയ്തു വരുന്നു. മറ്റു മതസ്ഥരിൽ നിന്ന് വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട ആധ്യാത്മികവും കൗദാശിക ഒരുക്കങ്ങളും നടത്തുക, വിദ്യാലയത്തിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്ന കുട്ടികളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക, ഉണ്ണീശോ കഥകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഡൊനാത്തമ്മയ്ക്ക് ഒരു ഹരമായിരുന്നു. ഈ നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും ഡൊനാത്തമ്മ ഒരു മാലാഖ സിസ്റ്റർ ആയിരുന്നു. ഡൊനാത്തമ്മയുമായി ഇടപെടുന്ന എല്ലാവരോടും അവരുടെ കാവൽ മാലാഖയെ കുറിച്ച് വാതോരാതെ സംസാരിക്കുമായിരുന്നു. മാലാഖമാരെ കുറിച്ച് ആരെങ്കിലും ഡൊനാത്തമ്മയോട് ചോദിച്ചാൽ ആ മുഖത്ത് വിടരുന്ന പുഞ്ചിരി വളരെ കൃത്യമായിരുന്നു. ശാന്തമായും സൗമ്യമായും ഏവരോടും ഇടപെടുന്ന ഡൊനാത്തമ്മ മണിക്കൂറുകൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവഴിക്കുമായിരുന്നു. ഈ ഭവനത്തിലേക്ക് ആര് കടന്നു വന്നാലും തികഞ്ഞ ആതിഥ്യ മര്യാദയോടെ കൃത്യമായി അവരോട് ഇടപെടുമായിരുന്നു. വാർദ്ധക്യ സഹജമായ രോഗത്താൽ ക്ഷീണിതയായ ഡൊനാത്തമ്മ ആഗസ്റ്റ് 11 രോഗീലേപനം സ്വീകരിക്കുകയും 2026 ഓഗസ്റ്റ് 14 പുലർച്ചെ 4:15 തന്റെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടുകയും ചെയ്തു. ഈ പാവനാത്മാവിന് നിത്യശാന്തി നേരുന്നു. അമ്മയുടെ മരണവാർത്ത നമുക്ക് ദുഃഖകരമാണെങ്കിലും സ്വർഗത്തിൽ മാലാഖമാരെ കുറിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള വ്യക്തിയാണ് ഭൂമിയിലായിരിക്കും. നമുക്കിങ്ങനെ ചിന്തിക്കാം, ഈശോയെ സ്നേഹിച്ച ഹൃദയം ഇന്ന് ഈശോയുടെ സന്നിധിയിൽ വിശ്രമം കൊള്ളാനായിട്ട് പോയിരിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഡൊനാത്തമ്മയെ ഞാൻ കാണുന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെമ്മാച്ചനായിരിക്കുമ്പോൾ ഞാൻ ഈ കോൺവെന്റിൽ പഠിച്ചു വളർന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഈ കോൺവെന്റിൽ വന്നപ്പോൾ സിസ്റ്റർ എന്നെ കുറേ നേരം നോക്കി എന്നിട്ട് പറഞ്ഞു, ചെമ്മാച്ചന് മാലാഖയെ കുറിച്ച് കേൾക്കാൻ ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചു. ആ കാലഘട്ടങ്ങളിൽ ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു, ഏഞ്ചൽസിന്റെ മാലാഖമാരുടെ തിയോളജിയെ കുറിച്ച്. അപ്പം ഞാൻ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ആദ്യമായിട്ടാണ് ഒരു സിസ്റ്റർ മിഠായി തരാറുണ്ട്, മാലാഖയെ കുറിച്ച് കേൾക്കുന്നു. അങ്ങനെ സിസ്റ്ററിന്റെ അടുത്ത് ഞാൻ പോയിരുന്നു. സിസ്റ്റർ വളരെ വാക്വിലാസത്തോടെ മാലാഖയെ കുറിച്ച് സംസാരിച്ചു. ഞാനും കുറെ കുട്ടിക്കാലത്ത് പൂർവികരിൽ നമ്മൾ കേൾക്കും, മാലാഖയോട് പ്രാർത്ഥിക്കണം, കാവന്മാരുടെ പ്രാർത്ഥിക്കണം. അങ്ങനെ സിസ്റ്ററിന്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നു. അന്ന് മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളായി മാറി. എപ്പോഴെങ്കിലും എനിക്ക് വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഈ കോൺവെന്റിൽ വരാനുള്ളൊരു കാരണം ഡൊനാത്തമ്മയാണ്. അങ്ങനെ ഞാൻ സെമിനാരിയിൽ തിയോളജിക്ക് ബാംഗ്ലൂർ പോയപ്പോൾ എൻ്റെ ബർത്ത്ഡേ ദിവസം എനിക്ക് ഒരു കാർഡ് വന്നു. അതാണ് എന്നെ ഇവിടേക്ക് ഈ അമ്മയുടെ അടുത്ത് വന്ന് നിർത്താൻ, പൗരോഹിത്യത്തിൽ എന്നെ ഇവിടെ കൊണ്ടു നിർത്തുന്നത്. എല്ലാ വർഷവും എനിക്ക് വരുന്നു സെമിനാരിയിൽ എൻ്റെ മാലാഖയുടെ പേര് എഴുതിയ ഒരു കാർഡ്. എൻ്റെ മാലാഖയുടെ പേര് ആരിയൽ എന്നാണ്, ദൈവം വെളിപ്പെടുത്തുന്ന മാലാഖ എന്നാണ്. അപ്പൊ ഞാനെന്നും പ്രാർത്ഥിക്കാറുണ്ട്. സിസ്റ്ററുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്, എൻ്റെ കയ്യിലും ഉണ്ട് ഇപ്പോൾ പുസ്തകം. അപ്പൊ സിസ്റ്റർ ഇങ്ങനെ ഓരോ ബർത്ത്ഡേ ദിവസങ്ങളിൽ, അത് അങ്ങനെ അനുഭവമുള്ള എത്ര പേരുണ്ട് ഇതിൽ, എൻ്റെ മാത്രമായിരിക്കില്ല, സിസ്റ്റേഴ്സിന് ഒത്തിരി ഒക്കെ അനുഭവം. മനോഹരമായിട്ട് കൊച്ചു മാലാഖനെ വരയ്ക്കും. അതിൻ്റെ അടിയിൽ ആ മാലാഖ ചെയ്യേണ്ട സുഹൃത്ത് ചെയ്തെന്ന് പറയും.
അത് ആ മാലാഖയ്ക്ക് പകരം ഇന്ന് നമ്മളും ചെയ്യുന്നു. അതുപോലെ ഒരു കൊച്ചു പ്രാർത്ഥന കുർബാനയിൽ ഓർക്കുന്നുണ്ട്. അച്ഛന്റെ ജന്മദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ സന്യാസങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ചില നീക്കിരിപ്പുകൾ തന്ന് ഒരു വിശുദ്ധയെ പോലെ കെടുക്കാം. അവസാന കാലഘട്ടങ്ങളിൽ അച്ഛനായിട്ട് വരുന്ന സമയത്തേക്ക് കുറച്ച് ഓർമ്മക്കുറവുണ്ട്. അപ്പൊ അമ്മ പറയും, എനിക്കത് കൃത്യം ഓർമ്മ കിട്ടണില്ല കേട്ടോ, കുട്ടിയോ നല്ല കണ്ടുപിടിച്ച ഒരു മുഖം. അപ്പൊ ഞാൻ കുഴപ്പമില്ല അമ്മ പറയും. പ്രിയപ്പെട്ടവരെ, ഞാൻ അമ്മയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു നന്ദിയുടെ വാക്ക് പറയാം നിങ്ങളുടെ കുടുംബത്തോടും സഭയോടും. ഇങ്ങനെയുള്ള വിശുദ്ധ ജീവിതങ്ങൾ അനേകർ ഞാൻ നോക്കുമ്പോൾ 13 വർഷത്തോളമൊക്കെയാണ് ഈ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ സഹോദരിമാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളോട് സ്നേഹം കാണിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് കുട്ടികളുടെ മനസ്സുണ്ടാകണമെന്നാണ് ഒരു അധ്യാപികയ്ക്ക് വേണ്ടി. തീർച്ചയായിട്ടും സിസ്റ്റർ ഇവിടെ അനേകം കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ ആരെല്ലാം വേദനിച്ച് വന്നാലും അവർക്കൊരു ആശ്വാസമാണ്. ഞാനിങ്ങനെ നോക്കുമായിരുന്നു, അമ്മ ജോലി ചെയ്ത സ്ഥലങ്ങളെല്ലാം കുറെ ഫോർമേഷൻ ഹൗസുകളാണ്, മറ്റു പലതും സഭയുടെ ഏറ്റവും വലിയ ഹൗസുകളാണ്. ഒന്ന് ധർമാരം കോളേജുമായി ബന്ധപ്പെട്ട് CMC സഭയുടെ ഏറ്റവും വലിയ സ്ഥാപനമായ അവിടെ ഒരു അംഗമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അവിടെ പഠിക്കുന്ന സിസ്റ്റേഴ്സിന് ആ ഫോർമേഷനിൽ ആത്മീയ ഉപദേശം നൽകാനായിരിക്കും സഭ ഇത്രയും വലിയ കോൺഗ്രിഗേഷന് സിസ്റ്റർ സ്വീകരിച്ചു. മറ്റൊന്ന് പൂനെയിലെ സെമിനാരിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒത്തിരി കാലം ജീവിച്ചിട്ടുണ്ട്. അവിടുത്തെ അനുഭവങ്ങളൊക്കെയും സിസ്റ്റർ കാണുമ്പോൾ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 11:25 പറയുക, നമ്മുടെ ജീവിതം ഭൂമിയിൽ അവസാനിക്കുന്നതല്ല, മറിച്ച് അത് പുനരുത്ഥാനത്തിൽ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുക, സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്റർ ഉയർപ്പ് കണ്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും സിസ്റ്റർക്ക് ഒരു വേവനാതി ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് നമ്മളോട് ചായ കുടിക്കാൻ വരും, വർത്താനം പറയും, അത് കഴിഞ്ഞ് പതുക്കെ നടന്ന് ഈ ചാപ്പലിരിക്കും. ഇവിടെ വന്നിട്ടുള്ളവർ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കുറച്ച് സിസ്റ്റേഴ്സ് ഉണ്ട് എപ്പോഴും പ്രായമായി കഴിയും ഈശോയുടെ അടുത്തിരിക്കുന്ന. ഡൊണാത്തമ്മയുടെ ഒരു പ്രത്യേകത, എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോ ഞാൻ ഈശോയോട് പറയാം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ഡൊണാത്തമ്മയുടെ മറ്റൊരു ഇത് ഞാൻ കണ്ടിട്ടുള്ളൂ, ചിരിക്കാൻ നല്ല കഴിവാണ്. ആ നല്ല ചിരിയുണ്ട്. ചില സമയത്ത് ചില തമാശ പറയുമ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ ചിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഡൊണാത്തമ്മയോട് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കാം. കാരണം മാലാഖമാരുടെ നാട്ടിൽ മാലാഖമാരോടൊപ്പം ദൈവത്തെ സ്തുതിക്കാൻ മറ്റൊരു മാലാഖ ഭൂമി പോകും. ഒരിക്കലെ ഒരു പുസ്തകമുണ്ട്, മാലാഖമാർ എന്ന് പറഞ്ഞൊരു പുസ്തകം. അതിന്റെ ആദ്യത്തെ തലക്കെട്ട് ഇങ്ങനെയാണ്. അത് പുസ്തകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ മാലാഖയാകാനുള്ളവർ, മനുഷ്യൻ മാലാഖയാകാനുള്ളവർ. തീർച്ചയായിട്ടും ഞാൻ ഈ അൽത്താരെ വെക്കുമ്പോൾ ഒരു മനുഷ്യൻ ആയി മാലാഖയായിട്ട് ഇന്ന് കിടക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഈ മാലാഖയോടൊപ്പം പ്രാർത്ഥിക്കാം. മനുഷ്യനായതുകൊണ്ട് കുറവുകൾ ഉണ്ടാകാം, എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ഇതുപോലെ ഈ സിസ്റ്റർ നമുക്ക് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കാൻ മറക്കരുത്. എപ്രാവശ്യങ്ങളുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന സമയം മരിച്ചാലും മറക്കില്ല. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, ജെറുസലേമിൽ നിന്ന് ആരാധന കഴിഞ്ഞ് പെട്ടെന്ന് വരുമ്പോൾ എൻ്റെ കൂടെ ഒരു ചേട്ടൻ കയറിയുണ്ട്. പർപ്പൂരുള്ള ഒരു ചേട്ടനാണ്, ഡേവിസേട്ടൻ എന്ന പേര്, ഒരു പാവപ്പെട്ട മനുഷ്യൻ, കൽപ്പണിക്കാരനാണ്. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, ഡൊണാത്തമ്മേനെ കാണാൻ അച്ഛൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വരും. ആള് കാലത്ത് വന്നതാണ്. കാലത്ത് വന്ന് ഒരു 15 മണിക്കൂർ ഇവിടെ പ്രാർത്ഥിച്ചു പോയി. ഞാൻ തിരിച്ചു ചെന്നു. ഇപ്പൊ വരുമ്പോ എന്റെ വണ്ടിയിൽ തന്നെ ആ മനുഷ്യൻ കയറി വന്ന് ഇപ്പൊ തിരിച്ചു പോയിട്ടുള്ളൂ. ആ മനുഷ്യൻ പറയാ, എന്റെ ആത്മീയ അമ്മയാണ് അവർ മരിച്ചു കിടക്കുന്നത്. എന്റെ ആത്മീയ അമ്മയാണ്. എന്റെ അമ്മയിലൂടെയാണ് സിസ്റ്റർ എന്റെ ജീവിതത്തിൽ വന്നത്. ഞാനൊരു വീട്ടിൽ ദാരിദ്ര്യമുള്ള കാലത്ത് പറപ്പൂര് ആയിരുന്ന സമയത്ത് സിസ്റ്റർ എന്റെ അമ്മയോട് ഒത്തിരി സംസാരിക്കും. ഞാൻ എന്റെ അമ്മയുടെ കൂടെ ഈ സിസ്റ്ററെ കാണാൻ പോകാറുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അവരാരും മറന്നിട്ടില്ല. തീർച്ചയായിട്ടും നമുക്ക് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മ കാണിച്ചു തന്ന നല്ല മാതൃകകൾ അനേകം വിദ്യാർത്ഥികളിലൂടെ, അനേകം സ്ഥാപനങ്ങളിലൂടെ കാരുണ്യവും കൃപയും കാണിച്ചു. എൻ്റെ റൂമിൽ ഇരിപ്പുണ്ട് സിസ്റ്റർ വരച്ചു തന്ന ആ പ്രാർത്ഥന. ഞാൻ മരിക്കുമ്പോഴും അത് സൂക്ഷിച്ചു വയ്ക്കും. അങ്ങനെ ഒത്തിരിയുണ്ട് എനിക്കറിയുന്ന, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഈ കോൺവെന്റിൽ പഠിക്കുമ്പോൾ തന്നിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, സാക്ഷ്യപത്രങ്ങളായി മാറാനാണ് ദൈവം നമ്മൾ വിളിക്കുന്നത്. തീർച്ചയായിട്ടും ഡൊണാത്തമ്മയുടെ അവിടെ നിൽക്കുമ്പോൾ ഈ അമ്മയുടെ വേർപാട് നമുക്ക് ദുഃഖമുണ്ടെങ്കിലും മറ്റൊരു സന്തോഷം നമുക്കുണ്ട്. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി CMC സഭയിൽ നിന്ന് ഒരു മധ്യസ്ഥ, മാലാഖമാരെ സ്നേഹിച്ച് മാലാഖമാരുടെ നാട്ടിൽ മാലാഖമാരെ ആരാധിക്കുന്ന ദൈവത്തിന്റെ സ്വന്തമായിട്ട് മാലാഖമാരുടെ മുന്നിൽ സ്തുതിക്കുക. തീർച്ചയായിട്ടും നമുക്കും അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ബലിയിൽ പ്രത്യേകം നമുക്ക് ദൈവസന്നിധിയിൽ അമ്മയുടെ എല്ലാ അവസ്ഥകളും സമർപ്പിക്കാം. അമ്മ ജീവിച്ച വർഷങ്ങളും കാലഘട്ടങ്ങളും കടന്നുപോയ സഹനങ്ങളെല്ലാം ലോകത്തിനും സമൂഹത്തിനും കോൺഗ്രിഗേഷനും ഉപകാരമാവട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് ഈ ബലിയിൽ
അമ്മയുടെ ആത്മാവിനെ സമർപ്പിച്ച് അമ്മയുടെ കുടുംബത്തെയും ഈ സഭയെയും കോൺഗ്രിഗേഷനെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.